കോവിഡ് സമയത്ത് മരണവീട്ടിൽ പോക്കറ്റടിക്കാരൻ്റെ റോളായിരുന്നു ശൈലജ ടീച്ചറിൻ്റെ വകുപ്പിനും പിണറായി സർക്കാരിനും ഞങ്ങൾ പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള അഴിമതി, വെന്റിലേറ്റർ വാങ്ങിയതിൽ, റെഫ്രിജറേറ്റർ വാങ്ങിയതിൽ, AC വാങ്ങിയതിൽ, അന്ന് നമ്മൾ ലൈറ്റ് അടിച്ച് പനി രേഖപ്പെടുത്തിയ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൽ, ഹാൻഡ് ഗ്ലൗസ് വാങ്ങിയതിൽ, മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ള കോടികളുടെ ഫണ്ട് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ആ കേസിൽ നിന്ന് അവർ പിന്മാറുകയാണ് എന്ന്. ഈ സർക്കാർ അതിന് മുതിരില്ല. യൂത്ത് കോൺഗ്രസ്സുകാരിയായ എന്നോട് എന്തെങ്കിലും ഒരു ഫേവർ അവർ സ്നേഹമോ താല്പര്യമോ കാണിക്കുന്നെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ വിശ്വസിക്കുമോ? നമസ്കാരം. 2020 കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാർ നടത്തിയ PR വർക്കിനെയും വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ വീണ എസ് നായർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടുന്നു. ഇതിന് പിന്നാലെ വീണ എസ് നായറിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ നിയമ നടപടി സ്വീകരിക്കും, അതായത് കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുന്നു. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം ആ കേസ് സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു മനംമാറ്റത്തിന് സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് വീണ എസ് നായർ തന്നെ പ്രതികരിക്കുകയാണ്. ആ പോസ്റ്റിലെ പരാമർശം, അതായത് 2020 മാർച്ച് 30-നാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഓർമ്മ. അപ്പോൾ അന്ന് ആ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം, നമ്മുടെ ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ, സംസ്ഥാനം മുഴുവൻ വല്ലാതെ കോവിഡിൻ്റെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് അടക്കം പോകുന്നൊരു സാഹചര്യത്തിൽ പട്ടിണി കിടക്കുന്ന പോലും എത്രയോ, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന 2 വിഭാഗങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ഏറ്റവും സമൂഹത്തിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളൊന്നും പെട്ടെന്ന് ബാധിക്കില്ല. പിന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ കുറേയൊക്കെ സർക്കാർ സഹായങ്ങൾ അവരിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഭാഗമുണ്ട്, മിഡിൽ ക്ലാസ്. നമ്മൾ ഏറ്റവും കുറച്ച് മാത്രം ആണ് പലപ്പോഴും നിർഭാഗ്യവശാൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് പോലും എത്രയോ പേര് ലോൺ എടുത്തും കടം വാങ്ങിയൊക്കെ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ആത്മഹത്യയുടെ വക്കിൽ പട്ടിണി കിടന്ന് നിൽക്കുമ്പോൾ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങൾ വലിയൊരു ആഘോഷമാക്കി സർക്കാർ മാറ്റിയത് നമ്മൾ അനുഭവിച്ച ആൾക്കാരാണ്. പക്ഷെ അന്ന് ഞാൻ ആ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കാതലെന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ദിവസവും വൈകിട്ട് പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനങ്ങൾക്ക് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ള കോടികളുടെ ഫണ്ട്, നമ്മൾ ഇന്ന് പറയുന്ന ആ PR ആക്ടിവിറ്റിക്ക് അന്ന് നമ്മൾ ഡിസ്ബേഴ്സ് ചെയ്തത്, കേരള സർക്കാർ ഡിസ്ബേഴ്സ് ചെയ്തിരിക്കുന്ന കോടികളുടെ ഫണ്ട്, ആ ഫണ്ടിനെ ആ ഫണ്ട് അങ്ങനെ ഡിസ്ബേഴ്സ് ചെയ്തുകൊണ്ട് ഒരു പരിധിക്ക് വേണമെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ സമയം പോലും ഏതാണ്ട് ഇൻഡയറക്ട്ലി വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് നമുക്ക് പറഞ്ഞാൽ പോലും തെറ്റില്ല. വൈകിട്ടത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിൽ എത്രയോ മാധ്യമപ്രവർത്തകർ വരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ വരമ്പ്, ആരൊക്കെ എന്തൊക്കെ ചോദിക്കാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ. പലപ്പോഴും ചോദ്യങ്ങൾ പോലും വളരെ ലിമിറ്റ് ചെയ്ത് അതിന് അതിർവരമ്പുകൾ നിശ്ചയിച്ചാണ് പോയിട്ടുള്ളതെന്നുള്ളത് കേരള സമൂഹത്തിന് അറിയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങളും പത്രസമ്മേളന ആഘോഷങ്ങൾ പോലും വലിയ രീതിയിൽ അതിന് കവറേജ് കിട്ടാനായിട്ട് പിന്നണിയിൽ നാം മുന്നോട്ട് പോലുള്ള പരിപാടികളുടെ പേരിൽ ഡിസ്ബേഴ്സ് ചെയ്യുന്ന ഫണ്ട് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാനൊരു പോസ്റ്റ് അന്ന് ഇടുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം സംഭവിച്ചത്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേരളം മുഴുവൻ ലോക്ക്ഡൗണിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നു. ഞാൻ ഒരു ദിവസം അവർ പറഞ്ഞു ആ ദിവസം അവിടെ എത്തണം, ഒരു അറിയിപ്പ് എത്തുകയാണ്, ആ അറിയിപ്പിൽ അവിടെ എത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഞാൻ ലോക്ക്ഡൗൺ സമയമാണ്, സ്വാഭാവികമായിട്ടും ആരും ചലിക്കാത്ത സമയത്ത് ഈ ഒരു ആവശ്യമായിട്ട് എന്നെ അവിടേക്ക് 10, 250, 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് വിളിക്കേണ്ട കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എനിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒരു പെറ്റിഷൻ, ആ ഒരു കേസ് റൈസ് ചെയ്യുന്ന സാഹചര്യം നിങ്ങളിൽ പലർക്കും ആ പോസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ പോസ്റ്റിൻ്റെ താഴെ ഒരു സഖാവ് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, 2 മണിക്കൂർ സമയം തരും, 2 മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അഴി എണ്ണിക്കും.
ഇതാണ്. പക്ഷേ ആരുടെയും ഭീഷണിക്ക് വഴങ്ങി ഡിലീറ്റ് ചെയ്യാനോ മാറ്റാനോ ഉള്ളതല്ല. നമ്മൾ ബോധ്യത്തോടുകൂടി ഇടുന്ന എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ബേസിലാണ് ഇടുന്നത്. അങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ അയാളൊരു പരാതി കൊടുക്കുന്നു, അത് കേസാകുന്നു. ആ കേസ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഞാനിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം ഒരു 10-45 കേസിൽ പ്രതിയാണ്. ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 10-20ഓളം കേസ്, 20-ലധികം കേസ് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. ഞാനന്ന് കറക്റ്റായിട്ട് എൻ്റെ അഫിഡവിറ്റിൽ ആ കേസെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കേസുകളിൽ ഞാൻ അന്ന് പ്രതിയാണ്. ഇന്ന് 45ഓളം കേസുകളിൽ ഞാൻ പ്രതിയാണ് എൻ്റെ അറിവിൽ. അപ്പോൾ നമ്മൾ സമരത്തിന് പോവുകയും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ കേസുകൾ വരാറുണ്ട്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളോ ഒക്കെ ഒരു പരിധിവരെ അത് ടേക്ക് കെയർ ചെയ്യും. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലി എൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് അതെൻ്റെ എത്ര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തതിനി എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹമാണ് സത്യത്തിൽ ഹൈക്കോർട്ടിൽ ആ കേസിന് വക്കാലത്തിടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴിയാണ് നമ്മൾ ക്വാഷ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യുന്നതും. അങ്ങനെ അന്ന് 2020 തന്നെ നമ്മളതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ക്വാഷ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ ആലോചിക്കണ്ടേ, 2020 നിന്ന് നമ്മൾ 2025 എത്തിയിരിക്കുകയാണ്. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ, സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുന്ന ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1ാം പിണറായി സർക്കാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെതിരെ എൻ്റെ പേരിലെടുത്ത കേസ്, ആ കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്യും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു ആ കേസിൽ നിന്ന് അവർ പിന്മാറുകയാണ് എന്ന്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, അതിനകത്ത് ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസ്, ആ ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസിൽ എങ്ങനെയാണ് എന്നെ കുറ്റവാളിയൊക്കെ എന്നെ ശിക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുക? ഏറ്റവും സർക്കാരിനെ സംബന്ധിച്ച് ഏതെങ്കിലും 1% പോസിബിലിറ്റി ആ കേസുമായിട്ട് മുന്നോട്ട് പോയി അത് നടത്തി നമുക്കൊരു ശിക്ഷ വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ ഈ സർക്കാർ അതിന് മുതിരില്ല. യൂത്ത് കോൺഗ്രസ്സുകാരിയായ എന്നോട് എന്തെങ്കിലും ഒരു ഫേവർ അവർ സ്നേഹമോ താല്പര്യമോ കാണിക്കുന്നെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ വിശ്വസിക്കുമോ? ഇല്ല. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ്റെ പുറത്ത് ഒരു കേസിലേക്ക് പോയിരിക്കുന്നു. അത് ആ കേസ് കൊടുത്ത വ്യക്തി, ആ പോസ്റ്റിൻ്റെ താഴെ കമൻ്റ് ഇട്ട വ്യക്തി ഈ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ അതേ വ്യക്തി, എന്നെ എണ്ണിക്കുമെന്ന് പറഞ്ഞ വ്യക്തി, ആ സഖാവ് കാലത്തിൻ്റെ കാവ്യനീതി, അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് പറയുക, അയാൾ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ചെയ്തു. 1000കണക്കിന് പേര് കണ്ടൊരു ഫേസ്ബുക്ക് ലൈവായിരുന്നു. അതിനകത്ത് ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന വനിത എന്നുള്ള നിലയിൽ നമ്മളെ നമ്മുടെ ഇൻറ്റിഗ്രിറ്റിയെയും ഇൻഡിവിജ്വാലിറ്റിയെയും ക്രെഡിബിലിറ്റിയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിൽ സത്യത്തിൽ വളരെ ഡിഫമേറ്ററി ആയിട്ടുള്ള റിമാർക്സോടുകൂടി ഏറ്റവും മോശമായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ ഇമേജിനെ ഏറ്റവും മോശപ്പെടുത്താൻ പറ്റുന്ന ആ രീതിയിലുള്ള എല്ലാ പദപ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ആ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യൻ, അയാൾക്കെതിരെ ഞാൻ വനിതാ കമ്മീഷനിലടക്കം പരാതി കൊടുത്തു. പക്ഷെ നാളിതുവരെ ആ കേസിൽ കൊടുത്ത ഒരു പരാതിയിലും ആ പറഞ്ഞ ആൾക്കെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയാം, ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ കേസുകളൊന്നുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റൊരു സർക്കാരിനെതിരെ നടത്തിയ സമരവുമായിട്ട് ബന്ധപ്പെട്ട് 5-6 ദിവസം ഞാൻ ജയിലിൽ കിടന്നു. ഞാൻ എണ്ണിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായിട്ട് ഞാൻ എണ്ണിയിട്ടുണ്ട്. പക്ഷേ അയാൾ വെല്ലുവിളിച്ച ആ കേസിലല്ല. പക്ഷേ ആ മനുഷ്യൻ മറ്റൊരു പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ എണ്ണുന്ന, അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറഞ്ഞാൽ, അയാൾ എണ്ണുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്കെതിരെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കേസ് പിൻവലിക്കുമ്പോൾ ഞാൻ അതിനെ ഒരു ലാർജർ പിക്ചറിലാണ് അതിനെ കാണാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കെതിരെ കേസെടുത്തത് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ
എത്രയോ നിരപരാധികൾക്കെതിരെയാണ് ഈ ശബരിമല പ്രക്ഷോഭ സമയത്ത് അടക്കം നമുക്കറിയാം വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കേസെടുത്ത് അതൊരു ഒരു ഒരു വെൻഡറ്റ എന്ന് പറയത്തില്ലേ, അവരെ ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരെ, പ്രതികരിക്കുന്ന ആൾക്കാരെ, സർക്കാരിൻ്റെ നിലപാടുകളെ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ മുൾമുനയിൽ നിർത്തി കേസെടുത്ത് ഭയപ്പെടുത്തി അവരുടെ നാവടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സർക്കാരിന് 9.5 വർഷമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇരയായിരുന്നു ഞാൻ. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുന്നിൽ തന്നെ സർക്കാരിന് മുട്ടുമടക്കിക്കൊണ്ട് ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിൻവലിയുകയാണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ എത്രയോ വീണമാർ, നമ്മളിപ്പം നിങ്ങൾക്ക് അമലിനായാലും അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് എന്നെ അറിയാമായതുകൊണ്ട് എൻ്റെ അരികിലേക്ക് എത്തി. എത്രയോ പേര് ഇതുപോലെ വിക്ടിംസ് ആയിട്ടുള്ളവരുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ലാർജർ പിക്ചറിൽ വായിക്കേണ്ടത്. ഈ കോവിഡ് കാലത്തെ പോസ്റ്റാണല്ലോ വിവാദമായത് PR-നെ കുറിച്ച്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഇന്നും ഈ നിമിഷവും ഉറച്ചു നിൽക്കുന്നു. പിന്നെ അന്ന് ആ പോസ്റ്റ് ഇട്ടതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ലാർജർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങൾ നടത്തി കോവിഡിനെ തടഞ്ഞു നിർത്തിയ ടീച്ചർ അമ്മയെക്കുറിച്ചും ക്യാപ്റ്റനെ കുറിച്ചുമൊക്കെ നമ്മൾ ആഘോഷിച്ചപ്പോൾ, ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അന്നും ഇന്നും വിശ്വസിക്കുന്ന, വളരെ കൺവിക്ഷനോടുകൂടി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കോവിഡ് സമയത്ത് മരണവീട്ടിൽ പോക്കറ്റടിക്കാരൻ്റെ റോളായിരുന്നു ശൈലജ ടീച്ചറിൻ്റെ വകുപ്പിനും പിണറായി സർക്കാരിനും ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ലോകായുക്തയ്ക്ക് മുമ്പിൽ നമ്മളൊരു കേസ് കൊടുക്കുകയും ആ കേസ് കോവിഡ് കാല അഴിമതി എന്നുള്ള നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് 550 രൂപയുടെ PPE കിറ്റ് 1550 രൂപയ്ക്ക് സാൻ ഫാർമ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ തട്ടിക്കൂട്ട് കമ്പനിക്ക് അതിൻ്റെ ഓർഡർ കൊടുത്തതും, ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവിനോട് അതിർത്തി പങ്കിടുന്ന കഴക്കൂട്ടത്ത് അഗ്രാറ്റ ഏവോൺ എക്സിം എന്ന് പറയുന്ന പച്ചക്കറി വ്യാപാരത്തിന് തുടങ്ങിയ കമ്പനിക്ക് 1 കോടി ഗ്ലൗസ് എന്ന് പറയുന്നത് 7 രൂപ ചില്ലറ പൈസയായിട്ട് അതിൻ്റെ വില ആവശ്യ സാധനമായി ലിസ്റ്റ് ചെയ്ത് നിജപ്പെടുത്തിയ സമയത്ത് 11 രൂപയിലധികം കൊടുത്ത് ഒരു ഗ്ലൗസിന്, അങ്ങനെ 1 കോടി ഗ്ലൗസിനുള്ള ഓർഡർ അന്ന് ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടുണ്ട്, കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി. അപ്പോൾ വലിയ രീതിയിലുള്ള അഴിമതി, വെന്റിലേറ്റർ വാങ്ങിയതിൽ, റെഫ്രിജറേറ്റർ വാങ്ങിയതിൽ, AC വാങ്ങിയതിൽ, അന്ന് നമ്മൾ ലൈറ്റ് അടിച്ച് പനി രേഖപ്പെടുത്തിയ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൽ, ഹാൻഡ് ഗ്ലൗസ് വാങ്ങിയതിൽ, PPE കിറ്റ്. അപ്പോൾ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകായുക്തയുടെ മുമ്പിൽ. അതാണ് ഞാൻ പറഞ്ഞത്, വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങളിൽ വഴി നടത്തിയിട്ടുള്ള PR ഒരു ഭാഗത്ത് മാമാങ്കമാക്കുമ്പോൾ മരണവീട്ടിൽ പോക്കറ്റടിക്കാരൻ്റെ റോളിലായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അത് തീർച്ചയായും അതിൻ്റെ യഥാർത്ഥ ഡെപ്ത്, ഒളിച്ചു വെച്ച മരണക്കണക്കടക്കം നമ്മൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. കൂടുതൽ സത്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരും. എന്തായാലും അന്ന് PR വർക്ക് നടത്തിയത് ഉൾപ്പെടെ നിരവധി അഴിമതിയാണ് കോവിഡിൻ്റെ മറവിൽ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഈയൊരു കേസ് ഇപ്പോൾ ലോകായുക്തയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈയൊരു കേസ് പിൻവലിച്ചു എങ്കിലും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് വീണ S. നായർ മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.